ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മൾ നമ്മുടെ ഓണത്തിൻ്റെ, അതായത് 2026 ഓണത്തിൻ്റെ സെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേരള ചെയിൻ ആൻഡ് പെൻഡൻസിൻ്റെ കളക്ഷൻസ് ആണ്. ഒരു 26 കളക്ഷൻസ്, 26 എണ്ണം ഉള്ളൂ. കൗണ്ട് 26 കാണിക്കാൻ പോകുന്നത്. ചെയിൻ ആൻഡ് പെൻഡൻറ്റ്, നോർമൽ ആയിട്ടുള്ള ചെയിനും പെൻഡൻറ്റും കൂടെ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. നമ്മുടെ താലി ചെയിൻസിൽ വന്നിരിക്കുന്ന പെൻഡൻറ്റ് കളക്ഷൻസ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഐറ്റം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാനൊന്ന് ഷെയറും കൂടെ ചെയ്യട്ടെ. ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ബിന്ദു ഹായ്, അശ്വതി ഹായ്. കുറച്ച് പേര് കയറിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. നിധി ഹായ്, അമിത പ്രശോഭ് ഹായ്, അഞ്ജു മഞ്ജു ഹായ്. സുഖമാണ് ആൻറ്റി, ടേക്ക് കെയർ. പിന്നെ ജയസുധ ഹായ്, കൃഷ്ണ ഹായ്, അഞ്ജു മഞ്ജു ഹായ്, നിധി കുറേ പോയി മെസ്സേജ്. മായ മേനോൻ പടിയത് ഹായ്, ഗീതു വിജേഷ് ഹായ്. കുറേ നാളായല്ലോ കണ്ടത്, കുറച്ച് നാളായി. ഷീബ ഹായ്. ഞാൻ കുറച്ച് നാളായി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയത് കാരണമായിരുന്നു ഞാൻ ലൈവ് ചെയ്യാഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓണത്തിൻ്റെ സെയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതാകട്ടോ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. DX സീരീസ് ആണ്. സുഖമാണ് ബിന്ദു ജയൻ. ഷൈനി സനൽ ഹായ്. DX സീരീസ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് ഇതുപോലത്തെ അമ്പിളി ഗോപിനാഥ് ഹായ്. ഇതുപോലെ നമ്മുടെ ബോംബെ ചെയിനും മണിമാലയും കൂടെ ചേർന്ന് വരുന്ന ഒരു കളക്ഷനാണ്. ഇതിൽ വന്നിട്ട് ദേവിയാണ് കേട്ടോ, ലക്ഷ്മി ദേവിയാണ്. ബോംബെ ചെയിനും മണിമാലയും കൂടെ വരുന്ന സെറ്റാണ്. ബോംബെ ചെയിൻ വന്നിട്ട്, അതായത് നമ്മുടെ ഉർവശി ചെയിൻ വന്നിട്ട് 2 ലെയർ മണിമാല വന്നിരിക്കുന്ന സെറ്റാണ്. അത് നടുക്ക് യു കൊളുത്താണ്. അതിൽ ദേവിയുടെ ലക്ഷ്മി ദേവിയുടെ സ്മോൾ ലോക്കറ്റ് കേട്ടോ. ഇതിൽ 8 പിടി ചെയിനിലാണ് പെൻഡന്റ് വന്നിരിക്കുന്നത്. സജന ഹായ്. DX01 ആണ്. ഒന്നാമത്തെ കോഡാണ്. 590 റുപ്പീസ്. എല്ലാം 1 ഗ്രാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ്. വിത്ത് 1 ഇയർ കളർ വാറന്റി കൊടുക്കുന്നുണ്ട്. നിത മാം താങ്ക് യു സോ മച്ച്. ഷാരു ശിവരാജൻ ഹായ്ഡാ. ക്ഷീണിച്ചോ? ക്ഷീണിക്കാൻ യാതൊരു വഴിയില്ല. ഒരു ക്ഷീണവും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് DX01 ആണ്. 590 റുപ്പീസ് കേട്ടോ. 590 രൂപ. 590 റുപ്പീസ്. 590 റുപ്പീസ് കേട്ടോ. DX01. അടുത്ത സെറ്റ് DX02 ആണ്. ഇത് വന്നിട്ട് നല്ല 10 പിടി ചെയിനിൽ വരുന്ന കരിമണിമാലയും പെൻഡന്റും കൂടെ വരുന്നതാണ്. 10 പിടി ഉണ്ട്. സാധാരണ നമ്മളിങ്ങനെ ചെയിൻ വിത്ത് പെൻഡന്റ് നമ്മൾ അങ്ങനെ 10 പിടിയിൽ കൊണ്ടുവരാറില്ല. ഇതിപ്പോൾ ഞാൻ ഇപ്രാവശ്യം 10 പിടി കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് നോക്കിക്കേ, 10 പിടി എന്ന് വരുമ്പോഴത്തേക്കും ഇത് ഇത്രയും ലെങ്ത് വരും കേട്ടോ. അധികം ലെങ്ത് വരുന്നില്ല. അത് ഈ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത്. DX02 ആണ്. രണ്ടാമത്തെ കോഡാണ്. 590 റുപ്പീസ്. 590. DX02. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കോഡ് വെച്ചിട്ട് ഓർഡർ ചെയ്യുക. ആദ്യമേ തന്നെ കോഡ് കൺഫേം ചെയ്തിട്ട് ഓർഡർ ചെയ്യണം. പിന്നീട് ക്യാൻസലേഷൻസ് പാടില്ല, മാറ്റങ്ങളും പാടില്ല. കാരണം പ്രത്യേകിച്ച് ഇതുപോലത്തെ ചെയിൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്യും. അപ്പം നമ്മളത് സോൾഡ് ഔട്ട് എന്ന് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിറ്ററലി സ്റ്റോക്ക് തന്നെ നമ്മൾ സോൾഡ് ഔട്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വേറെ സ്ഥലത്ത് നിങ്ങളത് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. DX02 ആണ്. ഇതും ദേവി പെൻഡന്റ് ആണ്. ചെയിൻ വന്നിട്ട് ഇങ്ങനെ കരിമണിയും മറ്റേ ഇതിങ്ങടെ ഈ ഡിസൈൻ എനിക്കറിയത്തില്ല. ചെയിൻ പോലത്തെ ഒരു ഇതാണ് കേട്ടോ. ചങ്ങല പോലത്തെ ഒരു ഡിസൈൻ വരുന്നതാണ്. ബിന്ദു ഉണ്ണിത്താൻ ഹായ്. DX02 ആണ്. 590 രൂപ കേട്ടോ. 590. DX02
10 പിടി ചെയിൻ വിത്ത് പെൻഡന്റ് ആണ്. അടുത്തത് DX03 ആണ്. ഇതൊരു 6 പിടി ചെയിൻ വിത്ത് പെൻഡന്റ് ആണ്. ഇത് കഴുത്തിൽ പറ്റ കിടക്കുന്ന ടൈപ്പിലുള്ളതാണ്. DX03 ആണ്. ആ മാലയുടെ ലോക്കറ്റ് ഒന്ന് കാണിച്ചു തരാമോ? ഇട്ടേക്കണ മാലയുടെ ഞാൻ ഇട്ടിരിക്കുന്നതാണോ? അവസാനം കാണിക്കാവേടാ. ഇത് DX03 ആണ്. 690 rupees. ഇതാണ് മാല. ഇതൊരു 6 പിടി ചെയിൻ കഴുത്തേല് പറ്റ കിടക്കുന്നതാണ്. ദേവി അല്ല പെൻഡന്റ്, മറ്റേ കിങ്ങിന്റെ പെൻഡന്റ് ആണ് കേട്ടോ. DX03 ആണ്. 3ാമത്തെ കോഡാണ്. 690 rupees. ഇതിങ്ങനെ കിടക്കും. ഓക്കെ, അപ്പോൾ ഒരു കഴുത്തേല് പറ്റ, അതായത് നിങ്ങൾ ഒരു ലോങ് മാല ഇട്ടിട്ട് കഴുത്ത് വെറുതെ കിടക്കുമെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഈ മാല ഇടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പെൻഡന്റ് മാത്രം കുറച്ച് വലുത്, നോർമൽ ചെയിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു മാല ഇട്ടിട്ട് ഇവിടെ ഇത്രയും ഭാഗം ഫ്രീ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലത്തെ മാലയൊക്കെ ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, DX03 ആണ്. 690. മേളിൽ വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ. 690 രൂപ. 690 DX03. അടുത്തത് DX04 ആണ്. കോഡ് വെച്ചിട്ട് വേണം കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യാൻ, ഇപ്പോഴേ പറഞ്ഞേക്കാം. അടുത്തത് DX04 ആണ്. 690. സെയിം സാധനം തന്നെയാണ്, പക്ഷെ ദേവിയാണ് പെൻഡന്റ്. ദേവി പെൻഡന്റ് വന്നിട്ട് നടുക്ക് പിങ്ക് സ്റ്റോൺസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓക്കെ, പിങ്ക് സ്റ്റോൺസ് ആണ്. ഇത് ഞാൻ എടുത്തു പറയുന്നു. ഇത് 6 പിടി വിത്ത് ലോക്കറ്റ് ആണ്. 6 പിടി വിത്ത് ലോക്കറ്റ്. DX04 ആണ്. 690. 690. DX04. 4ാമത്തെ കോഡാണ്. DX04 ആണ്. 690. DX ആണ്. X. സുചിത്ര മുരളീധരൻ X ആണ്. X ഫോർ എക്സ്മസ് ട്രീ. H അല്ല. X ഫോർ എക്സ്മസ് ട്രീ, ക്രിസ്മസ് ട്രീ, അതിന്റെ X. ഓക്കെ, അടുത്തത് DX05 ആണ്. ഇത് 8 പിടി ചെയിൻ വിത്ത് പെൻഡന്റ് ആണ്. ഞാൻ എല്ലാത്തിന്റെയും ലെങ്ത്തും കൂടെ ഞാൻ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് അതിന്റെ ലെങ്ത് മനസ്സിലാക്കണം. 8 പിടി എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ ഇത്രയും ലെങ്ത് വരും കേട്ടോ. ഈ ഒരു ലെങ്ത് വരും. 10 പിടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ലെങ്ത് കിടക്കും. 6 പിടി എന്ന് പറയുമ്പോൾ ഈ ഒരു ലെങ്ത്തിൽ. ഓക്കെ, അപ്പൊ ഇത് DX05 ആണ്. 5ാമത്തെ കോഡാണ്. 690. ഇതൊരു ഓം താലിയാണ്. ഇത് താലിയാണെങ്കിലും അത്യാവശ്യം ഒരാലിലെ പോലത്തെ ഒരു ഡിസൈൻ ആണ്. താലി ഇത്രയും വലിയ താലി നിങ്ങൾക്ക് നോർമലായിട്ട് നിങ്ങൾക്ക് മാലയായിട്ട് ഇടാം, കാരണം ലോക്കറ്റ് ആയത് കാരണം. ഓക്കെ, അല്ലാതെയുള്ള കരിമണിമാല ഉണ്ടോ? ദേവിയുടെ ലോക്കറ്റ് അല്ലാതെ നോക്കട്ടെ ആന്റി, ഒന്ന് കാണണം കേട്ടോ, ലൈവ് ഒന്ന് മുഴുവനും കാണണേ. ഓക്കെ, അപ്പൊ ഇത് DX05 ആണ്. 5ാമത്തെ കോഡാണ്. 590. ഇത് നമ്മുടെ ആദ്യമേ കാണിച്ച മറ്റേ ചഞ്ചു ഹായ്. ഓക്കെ, അപ്പൊ ഇത് മറ്റേ ഉർവശി ചെയിനും നമ്മുടെ ഡബിൾ ലെയർഡ് മണിമാലയും കൂടെ ചേർന്ന സെറ്റാണ്. DX05 ആണ്. 590. അപ്പോൾ എല്ലാവരോടും ഒന്ന് പറയണം, 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി ഫിനിഷ് ആണ്. വിത്ത് 1 year കളർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഫ്രീ ഷിപ്പിംഗ് ആണ്. വിത്തിൻ ഇന്ത്യ എങ്ങോട്ടാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിത്തിൻ ഇന്ത്യയിൽ ഈ സാധനത്തിന്റെ ഇത്രയും പ്രൈസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം വീട്ടിൽ കയ്യിലിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്താൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. മഴയാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക. മഴയുടെ ഇത് കാരണം കൊറിയറൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ലോഡായി വരുമോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാഫിന്റെ കാര്യങ്ങളാണ്, പനിയാണ്, സ്റ്റാഫ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഡെലിവറി ഡിലേ ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അത് വെച്ചിട്ടൊന്ന് അഡ്വാൻസ് ചെയ്ത് ഓർഡർ ചെയ്യണം. അതായത് ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് കല്യാണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ബുധനാഴ്ചയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്യാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതിപ്പം ഈ കേസിൽ മാത്രമല്ല, ഏത് ഓർഡറിങ് ആണെങ്കിലും നിങ്ങൾ ഓൺലൈൻ ഓർഡറിങ്ങിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളതൊന്ന് കൺസിഡർ ചെയ്തോണം കേട്ടോ. കാരണം നമുക്ക് എത്ര പുഷ് ചെയ്താലും നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് നിൽക്കത്തില്ല. കാരണം കൊറിയറിന്റെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തേർഡ് പാർട്ടിയാണ്, നമ്മൾക്ക് കംപ്ലൈന്റ് റേസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് DX06 ആണ്. 6ാമത്തെ കോഡാണ്. ഇതൊരു വെറൈറ്റി താലിയാണ് കേട്ടോ, കാണിച്ചു തരാം. ഇതും അഗെയിൻ നമ്മുടെ ഉർവശി ചെയിൻ വിത്ത് മണിമാലയാണ്. താങ്ക് യു ഷാരു. നോക്കിക്കേ, ഇതിന്റെ ചെയിൻ കണ്ടോ? ഇതാണ് താലി. അതിനകത്തെ ആ താലി ഹാങ്ങിങ് ആണ്, ഇങ്ങനെ ആടുന്നുണ്ട്. പക്ഷെ ഈ ശംഖ് താലിയാണ്. ശംഖിന്റെ ചുറ്റും സ്റ്റോൺസും ഉണ്ട്. നടുക്കുള്ള താലി ഓം താലി, അത് ഇങ്ങനെ ഹാങ്ങിങ്ങും ആണ്. ഓക്കെ, അപ്പൊ DX6 ആണ്. 6ാമത്തെ കോഡാണ്. 690 rupees. 690. ഷീല മധു ഹായ്. 690 ആണ്. DX06 ആണ് കേട്ടോ. 6ാമത്തെ കോഡ്. 8 പിടി ചെയിൻ ആണ് വിത്ത് പെൻഡന്റ്. ഓക്കെ, 8 പിടി ചെയിൻ വിത്ത് പെൻഡന്റ്. 8 പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഇഞ്ച് കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യണേ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. മാക്സിമം ഷെയർസ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഷെയർ ചെയ്താലേ ഉള്ളൂ മാക്സിമം ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. നിങ്ങളൊരു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തും. അങ്ങനെ കുറേ ഷെയർ ചെയ്ത് പോകും. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിലും പോവാം. നമ്മൾ ഇൻസ്റ്റയിൽ ലൈവ് പോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FB പോലെ അത്ര ഈസി അല്ല ഇൻസ്റ്റയിൽ ലൈവ് പോകാന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നമ്മുടെ ലൈവ്സ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് തന്നെ ചെയ്യുന്നത് കേട്ടോ.
ഓക്കെ. അപ്പോൾ അടുത്തത് DX06 ആണ്. ഇത് നമ്മുടെ നോർമൽ സ്നേക്ക് ചെയിനിൽ വരുന്ന കമ്മൽ വാങ്ങി. താങ്ക് യു സോ മച്ച് രാജലക്ഷ്മി. ഇത് നമ്മുടെ നോർമൽ സ്നേക്ക് ചെയിനിൽ, അതായത് നെറ്റഡ് സ്നേക്ക് ചെയിനിൽ വരുന്ന ഒരു ഗുരുവായൂരപ്പൻ്റെ പെൻഡൻ്റ് ആണ്. ഇത് എപ്പോഴത്തെയും എന്നത്തെയും നമ്മളുടെ ബെസ്റ്റ് സെല്ലർ ആൻഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ D സീരീസിൽ പ്രത്യേകിച്ച് ഓണം വിഷു ഒക്കെ വരുമ്പോൾ നമ്മൾ ഇത് എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യും. കാരണം എപ്പോഴും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന സെറ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഈ ഒരു പെൻഡന്റ്. എപ്പോഴും അത് വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. ഗുരുവായൂരപ്പൻ്റെ പെൻഡന്റ് ആണ്. അത് നെറ്റ് വന്നിട്ട് ഇത് നെറ്റഡ് ഉരുണ്ട പിടിയാണ് കേട്ടോ, ഉരുണ്ട ചെയിനാണ്. എഗെയിൻ 8 പിടി ചെയിൻ വിത്ത് പെൻഡന്റ്. DX07 7ാമത്തെ കോഡാണ്. 570 rupees. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടില്ല. കുറേ നാളായി ലൈവ് കണ്ടിട്ട് ഞാൻ ലൈവ് വന്നിട്ട് കുറേ നാളായി. അതുകൊണ്ടാണ് കേട്ടോ റാണി. പരമാവധി ഞാൻ ഇനി കണ്ടിന്യൂസ് ലൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഉറപ്പ് പറയുന്നില്ല, ശ്രമിക്കാം. കാരണം ഞാൻ ലൈവ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റാറില്ല. എനിക്കറിയത്തില്ല എന്താന്ന്. അപ്പോൾ പരമാവധി ഞങ്ങൾ ഇനി ലൈവ് വരാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. ഒരു മിനിറ്റ് പോസ്റ്റ് ചെയ്യട്ടെ. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സജഷൻസ്, ലൈവിലുള്ള കൊണ്ടുവരേണ്ട സജഷൻസ്, ലൈവിൽ വരേണ്ട മാറ്റങ്ങളുടെ സജഷൻസ്, ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് പറയാം. കാരണം നിങ്ങളുടെ സജഷൻസ് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്കിതെല്ലാം ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാപ്ഷൻസ് ആയിട്ടോ അല്ലെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ആയിട്ടൊക്കെ ഇട്ടിട്ടൊന്നും കാര്യമില്ല. കാരണം എല്ലാവരും അതിന് റെസ്പോണ്ട് ചെയ്യണമെന്ന് വരത്തില്ല. അപ്പോൾ അത് കാരണം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് സജഷൻസോ ഫീഡ്ബാക്കോ ഒക്കെ തരണമെങ്കിൽ ഇപ്പോൾ അത് പറയുക. ഞാനും ലൈവിലാകുമ്പോഴത്തേക്ക് നമ്മളത് റിപ്ലൈ തരാമല്ലോ. റാണി താങ്ക് യു സോ മച്ച്. ഈവിളൈക്ക് താങ്ക് യു സോ മച്ച്. തുളസി നായർ താങ്ക് യു. അടുത്തത് ഒരു നമ്മുടെ നോർമൽ കരിമണിമാലയാണ്. DX8 ആണ്. 8ാമത്തെ കോഡാണ്. പ്രേമ രാജഗോപാൽ ഹായ് മാം. അയ്യോ ഇത് മാറ്റില്ല. ഓക്കെ. ഇത് വന്നിട്ട് DX7 ആണ്. 7ാമത്തെ കോഡാണ്. 570 570. താങ്ക് യു രാജലക്ഷ്മി. ഇത് നമ്മളുടെ ലൈവിൽ നമ്മൾ JF സീരീസിനകത്ത് കാണിച്ചിട്ടുള്ളതാ കേട്ടോ. ലാസ്റ്റ് ജിമുക്കയുടെ സീരീസിൽ കാണിച്ചിട്ടുള്ളതാ. റെഡ് കളർ ഗുരുവായൂരപ്പൻ ലോക്കറ്റ് ഇല്ലേ, അതില്ല ദേവൻ. എനിക്ക് മനസ്സിലായി എങ്ങനത്തെയാണ്. അതായത് നമ്മുടെ ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ കിട്ടുന്നത് പോലത്തെ നടുക്ക് ഗുരുവായൂരപ്പൻ വന്നിട്ട് ചുറ്റും റെഡ് കളറിലുള്ളതല്ലേ, അതില്ല കേട്ടോ. അതിതുവരെ നമ്മൾ ഇറക്കിയിട്ടില്ല. പാദസരം ഷൈനി കാരണം പാദസരം നമ്മൾ പുതിയത് കൊണ്ടുവരാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാദസരത്തിനൊക്കെ യൂണിവേഴ്സൽ ആയിട്ട് കുറച്ച് ഡിസൈൻസ് ഉണ്ട്. അതേ ഉള്ളൂ എപ്പോഴും ഉണ്ടാകത്തുള്ളൂ. ഷൈനിക്ക് ഏതെങ്കിലും ടിപ്പിക്കൽ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള പാദസരത്തിന്റെ ഡിസൈൻസ് അയച്ചു തരാം. ഷൈനിയുടെ ആംഗ്ലറ്റ് സൈസ് പറഞ്ഞാൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. സ്വർണ്ണത്തിനും വെള്ളിക്കും നല്ല വിലയായി സിമ്പിൾ ചെയിൻ കൊണ്ടുവരാമോ? സ്വർണ്ണത്തിന് ചെയിൻ കൊണ്ടുവരാം, ഉറപ്പായിട്ടും കൊണ്ടുവരാം. ഇതിപ്പോൾ നമ്മൾ ചെയിൻ വിത്ത് പെൻഡനായിട്ട് കൊണ്ടുവന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് നമ്മളിത് കാണിച്ചിട്ടില്ല. പിന്നെ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതിയിട്ടാണ് സിമ്പിൾ ചെയിൻസിൽ ലൈവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് DX08 ആണ്. 770. ഇത് കരിമണിമാലയാണ്. നടുക്ക് ദേവിയുടെ ലോക്കറ്റാണ് കേട്ടോ. ദേവിയുടെ ലോക്കറ്റാണ്. ചെയിൻ വിത്ത് പെൻഡന്റ് ആയിട്ട് മാത്രമേ നമ്മൾ ഇന്ന് സെല് ചെയ്യുന്നുള്ളൂ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കത്തില്ല കേട്ടോ. DX8 ആണ്. 8ാമത്തെ കോഡാണ്. 770 770 രൂപ. 770. അടുത്തത് DX9 ആണ്. ഇത് വന്നിട്ട് നമ്മുടെ പണമാലയാണ്. പണമാലയിൽ കരിമണിയും കൂടെ ചേർത്ത മാലയാണ്. പക്ഷെ ഇതിന്റെ ലോക്കറ്റ് വന്നിട്ട് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റാണ്. ഓക്കെ. പണമാലയിൽ പണത്തേൽ പക്ഷെ ഡിസൈൻ ഒന്നുമില്ല. അത് ഞാൻ എടുത്ത് പറയട്ടെ. ഇതിനകത്ത് ഈ റൗണ്ട് ഡിസൈൻ ഉണ്ടല്ലോ, അതിൽ ഡിസൈൻസ് ഒന്നുമില്ല. പ്ലെയിൻ ആണ്, വെറും പ്ലെയിൻ ആണ്, ഒന്നുമില്ല. പെൻഡന്റ് വന്നിട്ട് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റാണ്. ഓക്കെ. DX9 ആണ്. 9ാമത്തെ കോഡാണ്. 590 rupees. ഓക്കെ. ഫ്രീ ഷിപ്പിംഗ് വിത്തിൻ ഇന്ത്യ എങ്ങോട്ടാണെങ്കിലും 1 gram ഗോൾഡ് മൈക്രോ പ്രിന്റഡ് ക്വാളിറ്റി വിത്ത് 1 year കളർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ. For 3 years I am using black beads with the ഗുരുവായൂരപ്പൻ ലോക്കറ്റ് and best one and best lasting quality. താങ്ക് യു സന്ധ്യച്ചി. DX9 ആണിത്. 590 rupees കേട്ടോ. 590 DX9. അടുത്തത് DX10 ആണ്. എഗെയിൻ 590. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള കരിമണിമാലയാണ്. എഗെയിൻ ഞാൻ മുന്നേ കാണിച്ചതുപോലത്തെ കരിമണിമാല തന്നെയാണ്. 10 പിടി. അതിന്റെ ചെയിൻ അത് തന്നെയാണ്, പക്ഷെ ലോക്കറ്റ് വ്യത്യാസമുണ്ട്. ലോക്കറ്റ് കൃഷ്ണനാണ്, ഓടക്കുഴൽ കൃഷ്ണനാണ് കേട്ടോ. 10 പിടി. DX10 ആണ്. ഇത് 10 പിടിയാണ്. ലോങ് ആയിട്ടുള്ള മാലയാണ്. DX10 ആണ്. 590. ഇപ്രാവശ്യം നമ്മൾ നോർമലി ഞാൻ DX സീരീസ് അല്ലെ D സീരീസ് കാണിക്കുമ്പോൾ മിക്കപ്പോഴും ഞാൻ 8 പിടി മാലയിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്.
8 പിടി ലോക്കറ്റാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ 10 പിടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. DX10 ആണ്, 10ാമത്തെ കോഡാണ് 590, 590, 590 DX10 ആണ് കേട്ടോ. അടുത്തത് DX11 ആണ്. നമ്മുടെ ഇതുപോലത്തെ കളക്ഷൻസ് ആണ്. ഞാനിത് ഒന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം എല്ലാവരും എൻക്വയറി ചെയ്ത സെറ്റാണ്. ഇതിന്റെ മണിമാല ഡിസൈൻ എനിക്കുണ്ട് ഫ്രം യു. താങ്ക് യു റാണി. എത്ര പിടി മാല ആണ് എന്ന് എത്ര പിടി മാല ആണ് എന്ന് പറയണേ. ഞാൻ പറയാറുണ്ട്, ഞാൻ പരമാവധി പറയാറുണ്ട്. DX10 ഇപ്പൊ കാണിച്ചത് 10 പിടിയാണ്. ഇത് ഇപ്പൊ 10 പിടിയാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ നോർമൽ ഉർവശി ചെയിൻ ആണ്, അല്ലെങ്കിൽ ബോംബെ ചെയിൻ ആണ്. അതിൽ വന്നിട്ട് ഇതാണ് ലോക്കറ്റ്. അതായത് അപ്പുറത്തും ഇപ്പുറത്തും മറ്റേ ഗ്രീൻ പാലക്ക, റൗണ്ട് പാലക്ക വന്നിട്ട് നടുക്കായിട്ട് ഒരു റൗണ്ട് ഡിസൈൻ ആണ്. കാശാണ്, പക്ഷെ അതിൽ നമുക്ക് ഇംപ്രിന്റ് ഒന്നുമില്ല. ദേവി ഇംപ്രിന്റോ അല്ല കിങ് ഇംപ്രിന്റോ അങ്ങനെ ഒന്നുമില്ല. നോർമൽ ആയിട്ടുള്ള ഒരു റൗണ്ട് ഡിസൈൻ ആണ്. ഓക്കെ, അളവ് എങ്ങനെയാണ് പറയുന്നത് ബിന്ദു രവിലാൽ? അത് നമ്മളെ ഒന്ന് പിങ് ചെയ്താൽ മതി. പാസരത്തിന്റെ അളവ് നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അത് വെച്ചിട്ട് നിങ്ങൾ അളവ് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഡിസൈൻസ് അയച്ചു തരാം കേട്ടോ. താര നായർ, അതെ DX ആണ്, അതെ DX11 ആണിത്. 11ാമത്തെ കോഡാണ് 690. നിങ്ങൾക്ക് ഇപ്പോൾ ഈ D എന്ന് പറയുന്ന DX എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്പർ പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഞാൻ ഇന്നത്തെ ലൈവിന്റെ കാര്യമാണ് പറയുന്നത്. ഇന്നിപ്പം 14th ജൂൺ ആണേ. 14th ജൂൺ 3:56, 3 മണി 3:30 3:45 ആയപ്പോഴാണ് നമ്മൾ ലൈവ് തുടങ്ങിയത്. 3:30 കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ DH DF എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 14ാം തീയതി കാണിച്ച കോഡിനാണ് ഇത് കഴിഞ്ഞിട്ട് കാണുന്നവരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 11, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ D സീരീസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഓർഡർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. DX11 690 690 കേട്ടോ. DX11 11ാമത്തെ കോഡ് 690. ഇതാണ് പെൻഡന്റ്. ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ 11ാമത്തെ കോഡ്. അടുത്തത് DX12 ആണ്. ഇത് നോർമൽ താലിയാണ്. താലിയിൽ ഡിസൈൻ ഒന്നുമില്ല. അപ്പൊ ഇത് ഏത് റിലീജിയനിലുള്ളവർക്കും ഇടാം. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. DX12 ആണിത്. 12ാമത്തെ കോഡാണ് 690. അപ്പുറത്തും ഇപ്പുറത്തും നല്ല റൗണ്ട് റെഡ് പാലയ്ക്ക വന്നിട്ട് നടുക്ക് താലി ഡിസൈൻ. ഇത് താലിന്ന് അങ്ങനെ നിങ്ങളങ്ങ് എടുത്ത് പറയുന്നൊന്നും വേണ്ട. അത് നോർമൽ ഒരു കോണിക്കൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അങ്ങനെ താലി എന്നൊക്കെ പറയുമ്പോഴല്ലേ ഉള്ളൂ താലി ആയിട്ടുള്ള ഇതിൽ വരത്തുള്ളൂ. നോർമൽ ആയിട്ടുള്ള ഡിസൈൻ ആർക്ക് വേണ്ടി ഇടാം. DX12 ആണത് 690. ഇതിന്റെ ചെയിൻ നോക്കിക്കേ, ഉരുണ്ട പിടി ചെയിനാണ്. നല്ല നല്ല കട്ടിയുള്ള ഈടുള്ള ചെയിനാണ്. 8 പിടി. ഓക്കെ, ഇത് 8 പിടിയാണ് കേട്ടോ. മുന്നേ കാണിച്ചതും 8 പിടിയാണ്. അത് 10 പിടിയാണെന്ന് തോന്നുന്നു. ഇത് 8 പിടിയാണ്. DX11 കാണിച്ചത് 10 പിടിയാണ് കേട്ടോ. DX11 ഇതിന് തൊട്ട് മുന്നത്തെ കാണിച്ചത് 10 പിടിയാണ്. ഇത് DX12 ആണ് ഇപ്പൊ കാണിക്കുന്നത്. 690 റുപ്പീസ് തന്നെയാണ്. ഇത് 8 പിടിയാണ് കേട്ടോ. ഇത് ഞാൻ ചുമ്മാ ഇട്ട് കാണിക്കാം. നിങ്ങൾ ഇടുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ മറ്റേ എസ്കോളത്ത് ഇട്ട് മാറ്റിയിട്ടിടുക, അല്ലെന്നുണ്ടെങ്കിൽ തല വഴിയും കയറും കേട്ടോ. 8 പിടി തല വഴിയും കയറും, കുഴപ്പമില്ല. കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള മാലയാണ്. നല്ല ഭംഗിയാണ്, എങ്കിൽ നല്ല എലഗൻ ലുക്കുമാണ്. കണ്ടോ, നല്ല രസമായിട്ട് കിടക്കും. DX12 ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. 20 മാല. ട്വൽത്ത് വണ്ണാണ് ഇപ്പൊ കാണിക്കുന്നത്. Yes, this is Thali. This Thali is also I am using and good one. Thank you Sanjeev. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചത് DX12 ആണ്. 12ാമത്തെ കോഡാണ് 690. DX12. അടുത്തത് DX14 ആണ്. 1100. നമ്മളുടെ നോർമൽ ചുട്ടി ചെയിൻ ലോക്കറ്റ് ആണ്. ചുട്ടി വലിയ ചുട്ടിയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം എല്ലാവരോടും, നമ്മൾ ഇന്നത്തെ ലൈവിൽ കാണിക്കുന്ന ചുട്ടി കളേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വേറെ കളറിലുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കഴിവതും ഒഴിവാക്കാം. ഞാനത് നേരത്തെ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സെയിം മാല മറ്റേ കളറിലുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സമയവും കൂടെ കളയണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോഴേ ഞാൻ പറയുന്നത്. ഈ നമ്മളിപ്പോൾ ഇന്ന് കളറിൽ എനിക്ക് തോന്നുന്നു 2 കളറേ നമ്മൾ കാണിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു നല്ല ഡാർക്ക്, അതായത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കളർ ഓറഞ്ച്, ബ്രൈറ്റ് ഓറഞ്ച് കളറിലുള്ള ചുട്ടിയും പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ബ്ലൂ കളറിലുള്ള ചുട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. പീകോക്ക് ബ്ലൂ അല്ല, ടർക്കോയ്സ് ബ്ലൂ അല്ലേ. പീകോക്ക് ബ്ലൂ കുറച്ചും കൂടി ഡാർക്ക് അല്ലേ.
പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയാം ഏകദേശം. അപ്പോൾ ഇത് DX14 ആണ്, 1100 ആണ് കേട്ടോ. അത് നമ്മൾ നെൽമണി ചെയിനിലാണ് കേട്ടോ. നെൽമണി, ഗോതമ്പ് മണി, നെൽമണി, ആ ഒരു ഡബിൾ ലെയർഡ് മാലലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. DX14. ആശ എസ് ഗോവിന്ദ് ഓർഡർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്യണം കേട്ടോ. ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് നേരെ താഴെ തന്നെ കാണും. അതിനകത്ത് കയറി ഓർഡർ പ്ലേസ് ചെയ്യുക. ലൈവ് കഴിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സന്ധ്യേച്ചി. DX14 ആണത് 1100 രൂപ കേട്ടോ, 1100. അടുത്തത് DX15 ആണ്. എഗെയിൻ മറ്റേ നമ്മുടെ താലിയുടെ ഡിസൈൻ തന്നെയാണ്. പക്ഷെ ഇത് നമ്മുടെ 10 പിടി ചെയിൻ ചുറ്റി ഇട്ടിരിക്കുന്ന മാല സെപ്പറേറ്റ് ഉണ്ടാകുമോ? ഇല്ല, എനിക്കറിയാവുന്ന ആ ചോദ്യം വരുന്ന ഇല്ല, മാലയില്ല, സെപ്പറേറ്റ് ഇല്ല. അത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ സിമ്പിൾ ചെയിൻസിനകത്ത് നമ്മൾ കാണിച്ചിരുന്നു. അത് കാരണം ഇപ്പം അത് നമുക്ക് സ്റ്റോക്ക് ഇല്ല. അടുത്തത് വാട്സപ്പ് നമ്പർ അയക്കുമ്പോൾ വാട്സപ്പ് നമ്പർ നമ്മളുടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് മല്ലിക. ഈ ഒരു നിങ്ങൾക്ക് ഈ കാണുന്ന ലൈവിൻ്റെ താഴെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ലൈവ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഓപ്പൺ ലിങ്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നത് നമ്മളുടെ വാട്സാപ്പിനകത്തുള്ള. അത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ വാട്സപ്പിലേക്കാണ് പോകുന്നത്. അതായത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് പോകും. എന്നിട്ട് നമുക്കുമായിട്ട് ഡയറക്റ്റ്ലി ചാറ്റ് ചെയ്യാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് ഇതാണ്. ഇത് ഞാൻ മുന്നേ കാണിച്ച നെൽമണിയുടെ ആ ഒരു മണിയാണെന്നുണ്ടെങ്കിൽ ഇത് കുഞ്ഞു ബോൾസ് ആണ്. അതേ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വേറൊരു പാറ്റേൺ ആണ്. എന്നിട്ട് ഇതേ താഴെ ഇതാണ് ലോക്കറ്റ്. അതായത് നടുക്ക് ആ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള ഡിസൈനും അപ്പുറത്തും ഇപ്പുറത്തും റൗണ്ട് ഗ്രീൻ പാലക്കായും. DX15 ആണ്, 1190, 1190 റുപ്പീസ്. നല്ല രസമാണ്. 10 പിടി മാലയാണത് കണ്ടോ, നല്ല ഭംഗിക്ക് കിടക്കുന്ന മാലയാണ്. ഭയങ്കര എലഗൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു മാല മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇത് തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കും. മാലയ്ക്ക് നല്ല വീതിയുണ്ട്. പിന്നെ ഒരു കല്യാണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ച ഒരു ഗ്രാൻഡ് മാല ഇട്ടിട്ട് ഇതൊരു ലോങ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് കിടക്കും കേട്ടോ. അപ്പോൾ ഇത് DX ഈ മാല. ഓക്കെ, അപ്പോൾ അടുത്തത് ഇപ്പം ഞാൻ കാണിച്ച DX15 ആണ് കേട്ടോ. 15ാമത്തെ കോഡാണ് ഇപ്പം ഞാൻ കാണിച്ചത്. അടുത്തത് DX16 ആണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ ഒരു സാരിയുടെ സെയിം ഡിസൈൻ കളറിലുള്ള ചുട്ടിയാണ് ഇത് കാണിക്കാൻ പോകുന്നത്. അതിന് നല്ല മാച്ചിങ് ആയിട്ടുള്ള സ്നേക്ക് ചെയിൻ പോലത്തെ നല്ല ഭംഗിയുള്ള ചെയിനാണിത്. ഇതാണ് പെൻഡൻറ്റ് കേട്ടോ, സെയിം കളറാണ്. നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളർ. അതായത് ഇപ്പം നിങ്ങളിതിപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഇതൊക്കെ ഇടണം. അതായത് ഒരു നല്ല കരിമ്പച്ച സാരിയുടെയൊക്കെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നല്ല ഈ ഒരു പെൻഡൻ്റ് എടുത്ത് നിൽക്കുന്ന രീതിയിൽ നല്ല കോൺട്രാസ്റ്റ് രീതിയിൽ. അതൊന്നുമല്ല, ഇപ്പോൾ ഈ ഓണം വരുവാണ്. അപ്പം നല്ല ഒരു റെഡും ഓറഞ്ചും ബ്രൗണും കൂടെ കര വരുന്നത്, അല്ലെങ്കിൽ ഓറഞ്ച് കര മാത്രം വരുന്നത്, അങ്ങനത്തെയൊക്കെയുള്ള സാരിയുടെ കൂട്ടത്തിൽ, സെറ്റ് സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ ഇത് നല്ല മാച്ചിങ് ആയിട്ട് വരും. ഇത് 10 പിടി ചെയിനിൽ വന്നിരിക്കുന്ന പെൻഡൻ്റ് ആണ്. 1100. DX16 ആണ്. 16ാമത്തെ കോഡാണ് 1100. ഇതാണ് ചെയിൻ കേട്ടോ. ചെയിൻ ഇതാണ്. ബോക്സ് ചെയിൻ പോലത്തെ ചെയിനാണ്, ഉരുണ്ടതല്ല, ബോക്സ് ചെയിൻ പോലത്തതാണ്. DX16 ആണ്. 16ാമത്തെ കോഡാണ് 1100. 10 പിടിയാണ്. ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കയറ്റി ഇടുന്നതേ ഉള്ളൂ. 10 പിടിയാണ് കേട്ടോ. DX16 16 1100. അടുത്തത് DX17 ആണ്. എഗെയിൻ നമ്മളുടെ ആ ഒരു നെൽമണി മാലയുടെ പോലത്തെ തന്നെ ഡിസൈൻ വരുന്ന മാലയാണ്. അതിനകത്ത് അത്രയും നീളമില്ല ഓരോ മണിക്കും. ഇതിൻ്റെ മണിക്ക് കുറച്ചും കൂടെ നീളം കുറവാണ്. ഇതാണ് നല്ല ഭംഗിയുള്ള അടുത്ത സെറ്റാണ്. 17ാമത്തെ സെറ്റാണ്. 17 1170. 1170 1170 റുപ്പീസാണ്. 1170. DX17 ആണ്. 1170. DX17 1170. DX17 നോക്കിക്കേ, നടുക്ക് ലോങ് വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും റെഡ് റൗണ്ട് വരയ്ക്കാം. എനിക്ക് ഇന്നൊക്കെ 10 പിടി കൂടുതൽ. ഇന്ന് ഞാൻ 10 പിടി കുറച്ച് ഇതായിട്ട് എടുത്തിരിക്കുകയാണ്. കാരണം 10 പിടി അങ്ങനെ ഇല്ല. ഞാൻ എപ്പോഴും കൊണ്ടുവരുന്ന 8 പിടി അല്ലേ. അപ്പോൾ 10 പിടിക്കാർ ഇതാ പറയുന്നത് 10 പിടി ഇല്ലേ. അപ്പോൾ അത് കാരണം ഒരു ദൈവമെങ്കിലും 10 പിടിയുടെ കാണിക്കണ്ടേ. DX17 ആണ്. 1170. DX17 1170. 1170. അടുത്തത് DX18 ആണ്.
ഇതും 10 പിടിയാണ്. അഗെയിൻ DX18 ആണ്. 790 ആണ്. 790 റുപ്പീസ്. DX18 18ാമത്തെ കോഡാണ്. ഇതും നമ്മുടെ ഓം താലിയാണ് കേട്ടോ, ശംഖിന്റെ താലിയാണ്. ഓക്കെ, DX18 790. ഇതാണ് നമ്മുടെ ഈ ഒരു ലോക്കിട്ടുള്ള ഡിസൈനാണ്. DX18 790. ഇതിപ്പം പ്രായമായിട്ടുള്ള അമ്മൂമ്മമാർക്ക് കുറച്ച് ഹെഫ്റ്റി ആയിട്ടുള്ള സൈസ് ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മാലയാണ് കേട്ടോ. 18 ആണ്. 18ാമത്തെ കോഡാണ്. 790 റുപ്പീസ്. 790 റുപ്പീസ്. DX18 790 റുപ്പീസ്. ഓക്കെ, അടുത്ത സെറ്റ് DX19 ആണ്. ഇതൊരു കഥകളി പെൻഡന്റ് ആണ്. കഥകളി പെൻഡന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഭയങ്കര വലുതാണെന്ന്. പക്ഷേ ഇത് നമ്മൾ മിനിയേച്ചറിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതും നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ചെയിനാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ചെയിനാണ്. DX19 ആണ്. 19ാമത്തെ കോഡാണ്. 1100. ഇതാണ് പെൻഡന്റ്. പെൻഡന്റ് കണ്ടോ, കുഞ്ഞ് പെൻഡന്റ് ആണ്. ഇന്ന് കോറൽ കളക്ഷൻ ഒന്നുമില്ല കേട്ടോ, ഷാരു കോറൽ ഒന്നുമില്ല. DX19 ആണ്. 19ാമത്തെ കോഡാണിത്. 1100 റുപ്പീസ്. 1100. ചെയിനും കാണാവോ നിങ്ങൾക്ക്? ചെയിൻ്റെ ഡിസൈൻ കണ്ടോ, റെയിൽ ചെയിൻ ആണ് കേട്ടോ. റെയിൽ ചെയിൻ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. റെയിൽ ചെയിൻ ഇന്ന് നമ്മൾ ഇനി കുറച്ച് റെയിൽ ചെയിൻസ് കാണിക്കുന്നുണ്ട്. കുറച്ച് ഒരു പ്രീമിയം ഡിസൈനിലുള്ള റെയിൽ ചെയിനും വരുന്നുണ്ട്. DX19 ആണ് ഇപ്പോൾ ഇത്. 19ാമത്തെ ആണ്. ഇനി 7 എണ്ണം കൂടെ ഉണ്ട്. DX19 19ാമത്തെ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. 1100 റുപ്പീസ്. ഞാൻ കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണിക്കാം. പെൻഡന്റ് ദോ കഥകളിയുടെ പെൻഡന്റ് ആണ്. കഥകളിയുടെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസൈൻസ് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഇത് ചെയിൻ, ഇതാണ് റെയിൽ ചെയിൻ ആണ് കേട്ടോ. DX19 1100. അടുത്തത് നമ്മളുടെ ചുട്ടി ചെയിൻ്റെ തന്നെ ഡിസൈനിൽ നമ്മുടെ ഞാൻ ആ മുന്നേ കാണിച്ച ആ ഒരു ഉർവശി ചെയിനിൽ നല്ല ബ്ലൂ കളർ, രാമ ബ്ലൂ കളർ, സന്ദേശി പറഞ്ഞു രാമ ബ്ലൂ കളറിലുള്ള, രാമ ബ്ലൂ കളർ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, അതിനും കുറച്ചുകൂടെ ലൈറ്റാണ്. ഇത് ശരിക്കും രാമ ബ്ലൂ കളറാണ് ഇത്. താങ്ക് യു ബീഡ ജേക്കബ്, താങ്ക് യു സോ മച്ച്. DX20 ആണ്. 1100. നമ്മൾ അതുകൊണ്ടാണ് റിയൽ ഗോൾഡ് ലുക്കിലേക്കായിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, പ്രീമിയം ക്വാളിറ്റിയിൽ. നോർമൽ കളക്ഷൻസിൻ്റെ അല്ല, അതായത് ഒരു ചെട്ടിനാട് ഫിനിഷിൻ്റെതിൽ ഉള്ള ചീപ്പ് വെറൈറ്റീസ് ഉണ്ട്, അതുപോലത്തേതല്ല. ഇത് നമ്മുടെ 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് കളക്ഷൻസ് ആണ് വിത്ത് 1 year കളർ വാറന്റി. അതും കൊടുക്കുന്നുണ്ട്. കാർഡ് ആസറ്റ്സ് നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷെ കളറുണ്ട്. 7 ഉണ്ടല്ലോ അല്ലേ. DX7 താരാ നായർ ലൈവ് കഴിഞ്ഞിട്ട് ഓർഡർ പ്ലേസ് ചെയ്തോളൂ, നോക്കാം കേട്ടോ. ലൈവ് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് കഴിഞ്ഞിട്ടല്ല, എൻക്വയറി ഇട്ടോളൂ, ലൈവ് കഴിഞ്ഞിട്ട് റിപ്ലൈ അയക്കാം. ഓക്കെ, DX20 ആണിത്. 1100. പിന്നെ എല്ലാവരോടും ഒന്ന് പറയട്ടെ, പോസ്റ്റ് ചെയ്തത് ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിന്നാണെങ്കിലും നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തത് മറ്റേ നമ്പറിൽ നിന്ന് തന്നെ വേണം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ കറക്റ്റ് അതിൻ്റെ സ്റ്റാറ്റസ് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും മറ്റേ നമ്പറിൽ വേണം കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. നല്ല മാല, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു മാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദിസ് കോഡ് എന്ന മെസ്സേജ് വരുന്നത്. അതെവിടുന്നാ? അതെനിക്ക് മനസ്സിലായില്ല. താരാ നായർ വാട്സപ്പ് ത്രൂ വേണം കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. ആണോ? ലൈവ് കഴിഞ്ഞിട്ട് റിപ്ലൈ അയക്കാം കേട്ടോ. ഇന്ന് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് ദൂരെയാണോ? മുൻപ് കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുന്ന ഡിസൈൻസ്. ദൂരമൊന്നുമില്ല, ഞാൻ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടേ ഉള്ളൂ, അതൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതെ, ലൈവ് കഴിഞ്ഞിട്ട് റിപ്ലൈ അയക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ചെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതെ ഇതിൻ്റെ പുറകിൽ ഇതേ ഇങ്ങനത്തെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഊരി നിങ്ങൾക്ക് അത് പാദസരമായിട്ട് നിങ്ങൾക്ക് ഇടാം. അപ്പം ഈ ഒരു ലെങ്ത് നിങ്ങൾക്ക് പാദസരത്തിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു 9 പിടിയാണെന്ന് തോന്നുന്നു, 9 ഇഞ്ചാണെന്ന് തോന്നുന്നു, 9-10 ഇഞ്ചാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ലെങ്ത്. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇത് നിങ്ങൾക്ക് പാദസരമാക്കി ഇടണമെന്നുണ്ടെങ്കിൽ പാദസരത്തിൻ്റെ എക്സ്ട്രാ കൊടുത്തും കൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. പാദസരമായിട്ട് നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ, അതല്ല മാലയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മേടിച്ചാൽ മതി. ഇത്രയും വീതിയുള്ള ചെയിൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. DX20 ആണത്. 1100. കോഡിന്റെ പ്രശ്നമൊന്നും അല്ല സന്ദേശിച്ച്, അതെന്തോ AI റിലേറ്റഡ് സംഭവങ്ങളാണ്. നമ്മൾ അതും കൂടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി റിപ്ലൈ കിട്ടുന്ന രീതിയിൽ ഉള്ള സംഭവം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ ഗ്ലിച്ചാണ്.
നോക്കുന്നതാണ്. ഒന്നും സംഭവിക്കില്ല, ഇതുപോലെ തന്നെ ഇരിക്കും വർഷം എത്ര കഴിഞ്ഞാലും. താങ്ക് യു സോ മച്ച് റാണി. പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എന്തോ പ്രശ്നമാണെന്ന്. അടുത്ത DX21 ആണ്. ഇത് ഒരു ഇരട്ടത്താലി ഡിസൈൻ ആണ്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്പൂതിരി ഡിസൈൻസിന്റെ ഇതാണ് കേട്ടോ. നോ യു ഹാവ് ചുട്ടി പെൻ ഇൻ റെഡ്. ഉഷ മാം, റെഡ് ഇസ് നോട്ട് ദർ മാം. വി ഹാവ് ഇറ്റ് ഓൺ ഇൻ orange color, the bright orange color, the one which I am wearing right now. The same bright orange color chutti we had shown it today. I think the code number only orange color is there ma'am, red color is not there. അപ്പോൾ ഇത് DX21 ആണ് 690. ഇതൊരു നമ്മുടെ നമ്പൂതിരി സമുദായത്തിലുള്ളവരുടെ ഇരട്ടത്താലിയാണ്. ഇതേ സെയിം ഡിസൈൻ ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇതേ സെയിം ആണെന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ നമ്മൾ ഇരട്ടയായിട്ട് രണ്ടെണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓറഞ്ച് കളർ ചുട്ടി ചെയിൻ കോഡ് ഇസ് DX16 മാം, 1100 ഇസ് ദ റേറ്റ്. ഓക്കെ, അപ്പോൾ DX21 ആണിത്, ഇരട്ടത്താലിയാണ്. നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് അതുപോലത്തെ ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ന് കരുതി നമ്മളത് കൊണ്ടുവന്നതാണ്. ഓക്കെ, DX21 ആണ് 690, 690. അടുത്തത് DX23 ആണ്. ഇതും എഗെയിൻ ഗണപതി തന്നെ വൈകി വരുന്നു. നമ്മുടെ കഥകളിയാണ്. കഥകളിയുടെ താഴെയായിട്ട് കാശും കൂടെ വന്നിട്ടുണ്ട്. DX23 ആണ് 850 റുപ്പീസ്. DX23 23ാമത്തെ കോഡാണ് 850 റുപ്പീസ്. നോക്കിക്കേ, മേളില് കഥകളി വന്നിട്ട് താഴെയായിട്ട് ലക്ഷ്മി ദേവിയുടെ കാശ് ഡിസൈൻസ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ മേളിലായിട്ട് 2 ബോൾസ് പോലെ വന്നിട്ട് ചെയിൻ വന്നിരിക്കുന്നു. സജന, ഇതിന് അത്യാവശ്യം അധികം നീളമില്ല, ഒരു 7 പിടി ലെങ്ത്തിൽ നിൽക്കും കേട്ടോ. 8 പിടി അല്ല ഇതൊരു 7 പിടി ലെങ്ത്തിൽ നിൽക്കും, ഏകദേശം ഇവിടെ നിൽക്കും. ഓക്കെ, DX23 ആണത് 850 ഇതാണ് ചെയിൻ. തിന്നായിട്ടുള്ള ചെയിനുമാണ് പെൻഡന്റ്. ഓക്കെ, ദേ ക്ലോസപ്പിൽ കാണാം. അടുത്തത് DX22 23 ആണ് ഞാൻ കാണിച്ചത്, സോറി ഒരെണ്ണം മിസ്സായിപ്പോയി. DX22 ഇനിയാണ് വരുന്നത്. ഇതും ഏകദേശം അതേ സെയിം ലെങ്ത് ആണ്, 7 പിടിയാണ്. ചെറിയ പത്താക്ക് ലോക്കറ്റ്, കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയതാണ്. പട്ടുപാവാടയുടെ ഒക്കെ കൂടെ ഇടാം, അല്ല നമുക്കും ഇടാം, കുഴപ്പമില്ല. ഞാനിത് പിള്ളേർക്ക് പറ്റിയത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. DX22 ആണ്, 22ാമത്തതാണ്, 670 റുപ്പീസ്. 670 റുപ്പീസ്. ഇത് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും 2 ബോൾസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ പിള്ളേർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ. ഒരു 10, 15, ഒരു 7 ഇയേഴ്സ്, 9 ഇയേഴ്സ്, 8 ഇയേഴ്സ് അവർക്കൊക്കെ ഇടാം. ഇത് ശരിയാണ്. ഒരു 1.5 വർഷം മുമ്പ് ഞാൻ 2 വള വാങ്ങിയിരുന്നു, അത് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഒരു മാല വാങ്ങി, അതൊരു കുഴപ്പമില്ലാതെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. താങ്ക് യുടാ ഷൈനി, താങ്ക് യു സോ മച്ച്. DX22 ആണ് 670. നിങ്ങളെല്ലാവരും ഈ ലൈവിൽ വന്നിട്ട് ഈ റിവ്യൂ ഇടാനായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത്, സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ടൈപ്പ് ചെയ്യാൻ സ്പീഡിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒത്തിരി നേരം എടുക്കും. പക്ഷെ നിങ്ങൾ ആ എഫേർട്ട് എടുത്ത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ റിവ്യൂ നമ്മളോട് പറയുന്നതിൽ ഒത്തിരി സന്തോഷം. കാരണം ഇപ്പം ഈ ഓൺലൈൻ തന്നെയാണ് എല്ലാവരും, ഒത്തിരി ജ്വല്ലറീസ് ഉണ്ട് ഓൺലൈന്. അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും റിവ്യൂസ് കിട്ടിയാലേ ഉള്ളൂ നമുക്കത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഓരോരുത്തരും മേടിച്ചിട്ടുള്ള റെസ്പോൺസും അവരുടെ ഫീഡ്ബാക്സും കിട്ടിയാലല്ലേ ഉള്ളൂ ബാക്കിയുള്ളവർ അതനുസരിച്ച് മേടിക്കാനല്ലേ അവർക്ക് ഇത് ജെനുവിൻ ആയിട്ടുള്ളതാണ്, നല്ല സാധനമാണ്, ഡിസൈൻസ് പക്കായാണെന്നൊക്കെ ഉള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ മേടിച്ചവർ പറഞ്ഞാലേ ഉള്ളത് അറിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുന്നതിന് ഒത്തിരി താങ്ക് യു കേട്ടോ. DX22 ആണ് 670, 670. ദേവി പെൻഡന്റ് ആണ് കേട്ടോ. ദേവി പെൻഡന്റ് കാണാൻ പറ്റാത്തവർക്ക് ഇതേ ദേവി പെൻഡന്റ്. ഇതിന്റെ മേളിൽ ഒരുമാതിരി ഗോപുരം ഡിസൈൻ പോലത്തത് കൊണ്ട് കേട്ടോ. ഇതാണ് ബാക്ക് സൈഡ്, ഇത് ഊരിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, DX22. അടുത്തത് DX24 ആണ്. ഇതും അഗെയിൻ 10 പിടി ചെയിനിൽ വന്നിട്ടുള്ള നമ്മുടെ നോർമൽ റൗണ്ട് പാലയ്ക്ക റെഡിലാണ് വന്നിരിക്കുന്നത്. DX24 ആണ്, 850 ആണ്. ഇതിന്റെ ചെയിനുകൾ ഞാൻ കാണിക്കാം, ക്ലോസപ്പിൽ കാണിക്കാം. എസ് ചെയിൻ ആണ്, എസ് ചെയിൻ അല്ല, എസ് പോലത്തെ ആ ഒരു ഓവൽ ഡിസൈൻസ് ആണ് കേട്ടോ കട്ടിങ്ങിൽ വന്നിരിക്കുന്നത്. ഇതാണ് ചെയിൻ, ഇതാണ് പെൻഡന്റ്. ഓക്കെ, DX24 ആണ് 850. DX24 24ാമത്തെ കോഡാണ് 850, 850. ഇതാണ് ലെങ്ത് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ മാലയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ലൊരു മാല ഇട്ട് ഇങ്ങനെ ലോങ് ആയിട്ടൊരു മാല ഇട്ടേക്കാൻ നല്ല ഭംഗിക്ക് കിടക്കും. അതായത് ഒരു ലോങ് മാലയും വരുന്നുണ്ട്, എന്നാൽ കഴുത്തിലൊരു മാലയും കൂടെ വരുമ്പോഴത്തേക്കും രണ്ടും കൂടെ നിങ്ങൾക്ക് ഒരുപോലെ ലോങ് ആയിട്ടുള്ള ഇത്രയും ഭാഗം ഫ്രീ ആയിട്ട് കിടക്കത്തുമില്ല. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ വരുമ്പോഴത്തേക്കും തീരെ പ്ലെയിൻ അല്ലാണ്ടും കിടക്കും. 24ാമത്തെ കോഡാണ് 850 റുപ്പീസ് കേട്ടോ. 850 റുപ്പീസ്, 10 പിടി. അടുത്തത് DX25 ആണ്. ഇത് റെയിൽ ചെയിൻ ആണ്. അതും റെയിൽ ചെയിനിൽ
സാധാരണ റെയിൽ ചെയിൻ വരുമ്പോഴത്തേക്കും അത് ഞാൻ ഡിഫറൻസ് പറയും. ഇതിന്റെ പ്രൈസ് 1770 ആണ്. അത് എന്തുകൊണ്ടാണ് ആ പ്രൈസ് എന്നുള്ള കാര്യം ഞാൻ പറയാം. സാധാരണ റെയിൽ ചെയിൻ വരുമ്പോൾ ഒരു സൈഡിൽ റെയിൽ ചെയിൻസിന്റെ ഡിസൈൻ വന്നിട്ട് മറ്റേ സൈഡിൽ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇതുപോലെ എനിക്ക് വർഷം എത്ര കഴിഞ്ഞാൽ. താങ്ക് യു സോ മച്ച്. ഐ പർച്ചേസ് ഗോൾഡ് ലുക്ക് ലൈക്ക് ഓൺലി ഫ്രം മയൂര. ഐ ട്രസ്റ്റ് യു ദാറ്റ് മച്ച്. മൈ ഇയേഴ്സ് ഓഫ് അസോസിയേഷൻ വിത്ത് ഡിയർ അർച്ചന. യെസ് സജന, എനിക്കറിയാം. ഞാനത് എല്ലാവർക്കും ഇപ്പം സജനയുടെ പേര് എല്ലാവർക്കും ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം എത്ര നാളായിട്ടുള്ള പരിചയമാണ്. DX25 ആണ് 1770. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ ഒരു സൈഡിൽ റെയിൽ ഡിസൈൻസും മറ്റേ സൈഡിൽ പ്ലെയിൻ ആയിരിക്കും. ഐ എം മെസ്സേജിങ് ഫ്രം for DX16. I am getting reply that there is no DX series. Raki, you will get the reply soon after the live. അതെന്തോ AI യുടെ ഗ്ലിച്ച് ആണ്, AI ഏജൻസിന്റെ ഗ്ലിച്ച് ആണ്. ലൈവ് കഴിഞ്ഞിട്ട് നോർമൽ ആയിട്ടുള്ള ഏജന്റ് തന്നെ സംസാരിക്കുന്നത്. നമ്മൾ തന്നെ റിപ്ലൈ അയക്കും, സ്റ്റാഫ് തന്നെ റിപ്ലൈ അയക്കും. അതിപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ. DX25 ആണിത്. ഇതാണ് ഞാൻ പറയുന്നത്, AI വിശ്വസിക്കരുത്. നമ്മൾ മനുഷ്യരെ വിശ്വസിച്ചാൽ മതി, AI ഒരിക്കലും വിശ്വസിക്കരുത്. DX25 ആണ് 1770. ഇതിന് രണ്ട് സൈഡിലും ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണാൻ പറ്റുമോ? അതെ, ഇത് ഹാർട്ടിന് ഡിസൈൻസ് ആണ്. ഒരു സൈഡിലും ഹാർട്ട്, മറ്റേ സൈഡിലും സെയിം ഹാർട്ട് തന്നെ. അപ്പം നല്ല ഭംഗിയുള്ള ലോങ് ആയിട്ടുള്ള, എന്നിട്ട് നടുക്ക് ഈ താലി വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കാശിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. DX25 ആണ്. 25ാമത്തെ കോഡാണ്. 1770 റുപ്പീസ് ആണ്. ഭയങ്കര ഭംഗിയുള്ള ഡിസൈൻ ആണ്. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല രസമാണ്. ഒരു ഭയങ്കര എലഗൻസ് ആണ്. അതായത് ഇതിനൊരു നല്ലൊരു ഈടുള്ള നല്ല ആഢ്യത്വം തോന്നുന്ന ടൈപ്പിലുള്ള ഡിസൈനാണ് കേട്ടോ. ഇനി ഇതിന്റെ തന്നെ ഇതിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് താലിയും അപ്പുറത്തും ഇപ്പുറത്തും കാശ് മാത്രമല്ലേ വരുന്നത്. അതിന്റെ തന്നെ കളർ ഉള്ളതും വരുന്നുണ്ട്. സെയിം റേറ്റ് ആണ്. DX26 ആണ്. ഇത് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. DX26 ആണ്. ഇത് 10 പിടി, അതായത് 8 പിടി വന്നിട്ടുണ്ട്, 10 പിടി വന്നിട്ടുണ്ട്. രണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ പെൻഡന്റ് വരുമ്പോൾ അത് നോർമൽ ആയിട്ടുള്ള ആർക്കും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നോർമൽ കറുത്ത റൗണ്ട് ഗ്രീൻ പാലയ്ക്കായും നടുക്ക് ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത കാശും. ഓക്കെ, ഇത് 10 പിടി. DX26 ആണ്. സെയിം റേറ്റ് 1770. സെയിം റേറ്റ് DX26 ആണ്. 1770 ആണ് കേട്ടോ. ഞാനിത് കയറ്റി വെക്കുന്നതേ ഉള്ളൂ. 8 പിടി അല്ല, 10 പിടിയാണ്. നിങ്ങൾ ഫോട്ടോയിൽ ഇത് വെച്ചിട്ട് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഇത് 8 പിടിയാണെന്ന് വിചാരിക്കരുത്. അവസാനം മേടിച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോയിൽ കാണിച്ചപ്പോൾ 8 പിടിയായിരുന്നു വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാവും. അപ്പോൾ ദയവ് ചെയ്ത് കറക്റ്റായിട്ട് കേട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ എൻക്വയറീസ് ഒക്കെ പ്രോപ്പറായിട്ട് ഡൗട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് മേടിക്കുക. ഓക്കെ, 8 പിടിയാണ്. DX26 ആണ്. 1770 റുപ്പീസ്. 8 പിടിയെ റെയിൽ ചെയിൻ 8 പിടി. 8 പിടിയല്ല, സോറി 10 പിടി. DX26 10 പിടിയാണ്. DX25 1770. അതും അത് 8 പിടി. സുധീഷ്, റെയിൽ ചെയിൻ ഉണ്ടോ? ചെയിൻസ് മാത്രമായിട്ട് നമ്മൾ ഇന്നത്തെ ലൈവിൽ സെല് ചെയ്യുന്നില്ല. ചെയിൻ വിത്ത് പെൻഡന്റ് മാത്രമാണ്. ഇന്നത്തെ ലൈവിൽ നമ്മൾ ചെയിൻ വിത്ത് പെൻഡന്റ് ആണ്. സിമ്പിൾ ചെയിൻസിന്റെ ലൈവ് നമ്മൾ പിന്നീട് ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലൈവ് നമ്മുടെ കഴിഞ്ഞു. D സീരീസ് ആണ് കാണിച്ചത്. D ഫോർ ഡോഗ്, X ഫോർ എക്സ്മസ്. ഓക്കെ, DX സീരീസ് ആണ് കാണിച്ചത്. എല്ലാവരും ഓർഡർ ചെയ്യാനുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇപ്പം മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും AI യുടെ ക്ലിച്ച് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഹായ് അർച്ചന, 3-4 വർഷമായി ഞാൻ മേടിച്ച എല്ലാ പ്രൊഡക്ട്സും ഒരു കുഴപ്പമില്ല, സൂപ്പറാണ്. താങ്ക് യു സന്ധ്യ ബിനോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എന്നാണ് ലൈവ് എന്നുള്ളത് കാര്യം അറിയിക്കാം. അപ്പോൾ ഓണം സീരീസിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ഫസ്റ്റ് പാർട്ടല്ല, ഫസ്റ്റ് സെയിലാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. DX സീരീസിന്റെ പാർട്ട് 1. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ അടുത്ത ലൈവ് എന്താണെന്നുള്ളത് കാര്യം വരുമ്പോൾ അറിയിക്കാം. എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കുക. ഇങ്ങനെ ചെയിൻ വിത്ത് പെൻ നമ്മൾ എപ്പോഴും ലൈവ് ചെയ്യാറില്ല. പക്ഷെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. എല്ലാം 1 gram ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ് വിത്ത് 1 year കളർ വാറന്റി. ഓക്കെ, ആൻഡ് ഫ്രീ ഷിപ്പിംഗ് വിത്ത് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റാ.